ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ അമ്മുവല്ല, ചന്ദ്രികയുടെ മകൾ വർഷയാണെന്നുള്ള ബലമായ സംശയം എനിക്കും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ അത് മാറി. മാറിയോ? അങ്ങനെ പെട്ടെന്ന് മാറാൻ എന്താ കാരണം? വർഷ മരിച്ചുപോയില്ലേ? അത് കണ്ട് എന്നെ പടികൊണ്ട് തലകിട്ട് അടിച്ചതാ. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. വിക്രമ കൊലയാളിയാ. അവനെ വെറുതെ വിടരുത്, അവനെ വെറുതെ വിടരുത്. നമുക്കിപ്പോ തന്നെ പോലീസിൽ അറിയിക്കാം. വിക്രമനെ വെറുതെ വിടരുത്. ആ കിളവിക്ക് കോമാവസ്ഥ തൊട്ട് ബോധെങ്ങാനും തെളിയോ? അന്ന് രാത്രി നടന്നെല്ലാം വിളിച്ചു പറയോ? ഞാനാണ് നിരഞ്ജനെ കൊന്നതെന്ന് ആ കിളവി വിളിച്ച് കൂവോ? ആരെ ഭയന്നില്ലെങ്കിലും ഭയക്കേണ്ട ഒരാളുണ്ട്, വന്ദന. എന്റെ തനി നിറം കണ്ടവളാണ് വന്ദന. എന്നെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയവൾ. പാടില്ല, കിളവിക്ക് ബോധം തെളിയാൻ പാടില്ല, ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല. കൊല്ലണം, കൊല്ലണം അവരെ. ഇന്ന് പകൽ അശോകേട്ടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഒരു വിശേഷം ഉണ്ടായി. ഇന്നേ അമ്മ ഒരു പാട്ട് പാടി, വളരെ മനോഹരമായ ഒരു പാട്ട്.
അതുപോലെ ഭംഗിയുള്ളൊരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട് അശോകേട്ടാ. എന്താ ഇങ്ങനെ തലപുകുന്ന് ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് വല്ലതും അശോകേട്ടൻ കേട്ടോ? സംഗീത, ഞാനിപ്പം മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനില്. നീ അമ്മൂനെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ? അവൾക്ക് ചന്ദ്രികയുടെ മോൾ വർഷയുടെ അതേ ഛായയുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. അടിമുടി വർഷ തന്നെ ഇല്ലേ? അതെ, അവൾ അമ്മു അല്ല, ചന്ദ്രികയുടെ മകൾ വർഷയാണെന്നുള്ള ബലമായ സംശയം എനിക്കും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ അത് മാറി. മാറിയോ? അങ്ങനെ പെട്ടെന്ന് മാറാൻ എന്താ കാരണം? വർഷ മരിച്ചുപോയില്ലേ? വർഷ മരിച്ചെന്നോ? നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? വർഷയുടെ ഭർത്താവായ വിക്രം തന്നെയാ. വിക്രമോ? ആ, എന്തോ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വിക്രം ഇവിടെ വന്നപ്പോ അശോകേട്ടനെ ആട്ടി പുറത്താക്കിയില്ലേ? പിന്നെ എന്റെയും ശ്യാമിന്റെയും ദേവിയുടെയും മധ്യസ്ഥതയിലാണല്ലോ അയാൾക്ക് പ്രവേശനം കൊടുത്തത്. അയാള് വന്നത് ശ്യാമിനോട് വർഷയുടെ മരണവാർത്ത പറയാനായിരുന്നു. വർഷ മരിച്ചെന്ന്? എടി, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെ വെച്ച് മരിച്ചു, എങ്ങനെ മരിച്ചെന്നാ ഈ വിക്രം എന്ന് പറഞ്ഞവൻ പറഞ്ഞത്? ദൂരെ ഏതോ സ്ഥലത്ത് വിക്രമും വർഷയും ടൂറ് പോയിരുന്നു. അവിടെ വെച്ച് വർഷ ഒരു കൊക്കയില് കാൽവഴുതി വീണുന്നും മരണം സംഭവിച്ചു എന്നാ പറഞ്ഞേ. ദൂര സ്ഥലത്ത് ടൂർ പോയെന്നോ? ആ, ഒരു റിസോർട്ടിനടുത്തുള്ള കാവിലെ ക്ഷേത്രത്തിൽ വെച്ച് മാധവനെയും കുടുംബത്തെയൊക്കെ കണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അന്ന് അവിടെ വർഷം ഉണ്ടായിരുന്നു. എന്നാ അവിടെ വെച്ച് ആ സംഭവം നടന്നേ. ക്ഷേത്രത്തിൽ പോയി അശോകേട്ടൻ തിരിച്ചെത്തിയതിന് ശേഷം അത്രേ മരണം നടന്നത്. ശ്ശേ. എടി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആരും എന്നെ അറിയിച്ചതുമില്ല. ഭയന്നിട്ടാ. മാധവന്റെ കുടുംബത്തെക്കുറിച്ച് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അശോകേട്ടൻ ചാടിക്കടിക്കാൻ നിൽക്കല്ലേ. പേടിച്ചിട്ട് ആരും പറയാതിരുന്നത്. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ? വർഷ ജീവിച്ചിരിപ്പില്ലെന്നോ? അതെ. അപ്പൊ പിന്നെ അമ്മുവിനെ വർഷയായി കാണുന്നതിൽ എന്താ അർത്ഥം? ഒരേപോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്? വർഷയുടെ ഛായയുള്ള അമ്മു എന്ന് വിശ്വസിച്ചാ മതി. പലരും ആട്ടം കാണാതെ നാടകം നടത്തുക. എവിടെ നല്ല പൊറാട്ട് നാടകം. എന്തായാലും ഈ നാടകത്തിന് ഒരു ഒടുക്കം കാണൂലോ. അതുവരെ ഒന്നും അറിയാത്തൊരു പൊട്ടനെ പോലെ അഭിനയിക്കാൻ ഞാൻ. മാനത്തെ കൊട്ടാരം